إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ഒരു പുതിയ ഹിജ്റ വർഷം കൂടി പറഞ്ഞിരിക്കുകയാണ്. ഹിജ്റ വർഷം 1448 മുഹറം. പവിത്ര മാസങ്ങളിൽപ്പെട്ട മുഹറ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിന്റെ സവിശേഷതയായി 9-10 ദിവസങ്ങളിലുള്ള നോമ്പും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും നേരത്തെ 2 വർഷം മുമ്പ് ഒരു ഖുതുബയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അതിനെ സംബന്ധിച്ചും നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. സാധാരണഗതിയിൽ ഇംഗ്ലീഷ് വർഷം കഴിയുമ്പോൾ ന്യൂ ഇയർ എന്ന പേരിൽ ആഘോഷിക്കുകയും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയുസ്സിനെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിനെ കണക്കാക്കേണ്ടത്, പരിഗണിക്കേണ്ടത്, വയസ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഹിജ്റ വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, റമദാനിലെ നോമ്പ്, അതേപോലെ 2 പെരുന്നാളുകൾ, ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ഹിജ്റ കലണ്ടറിനെ, മാസത്തെ, ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വയസ്സ് കണക്കുകൂട്ടേണ്ടതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 60-70 എന്ന് പറയുന്നത് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന 60-70 വയസ്സല്ല, മറിച്ച് ഹിജ്റ മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുഹറമിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന ഹിജ്റ വർഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയുസിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ഉത്ബോധിപ്പിക്കുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തത് ഇതും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വിഷയമാണ്. ഒരൊറ്റ ആയത്ത് മാത്രം അവിടെ സൂചിപ്പിച്ചു. സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ വചനത്തിൽ നരകക്കാരായ ആളുകൾ നരകത്തിൽ പ്രവേശിച്ച് അവിടെ വെച്ച് യസ്തരിഖൂന, നിലവിളിച്ചട്ടഹസിക്കുന്ന സന്ദർഭം. അപ്പോൾ ആ ആളുകൾ പറയും, റബ്ബേ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ ഒന്ന് പുറത്താക്കിക്കൊണ്ട, ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചതല്ലാത്ത നല്ല കാര്യങ്ങൾ, സ്വാലിഹായ അമലുകൾ ചെയ്യട്ടെ, അതിന് ഞങ്ങളെ ഒന്നുകൂടി നരകത്തിൽ നിന്ന് പുറത്താക്കി തരൂ എന്ന് അള്ളാഹുവിനോട് അവർ നിലവിളിച്ച് അട്ടഹസിച്ച് പറയുമെന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഓർമ്മിക്കാവുന്നവന് ഓർമ്മിക്കാവുന്നത്ര. എന്തോർമ്മിക്കാൻ? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയും സ്മരിക്കുകയും ചെയ്യാവുന്നവന് സ്മരിക്കാവുന്ന അത്ര ആയുസ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ് അള്ളാന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആയുസ് വന്നു, താക്കീതുകാരൻ പ്രവാചകൻ വന്നു, ഇത് രണ്ടും നിങ്ങൾ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചോളൂ ഈ ശിക്ഷ, നരകം അനുഭവിച്ചോളൂ. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് ഒരു സഹായം തന്നെയില്ല. ഇതാണ് ആ നിലവിളിച്ച് അള്ളാഹുവിനോട് വേവലാതിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മറുപടി. അതിലൊന്നാമതായി ഉണർത്തുന്നത് ഈ ആയുസിനെ സംബന്ധിച്ചാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്നത് വരെ പലരുടെയും ആയുസ് പല കണക്കിനായിരിക്കും. പ്രായപൂർത്തി എത്തി അന്നോ പിറ്റേന്നോ മരിക്കുന്നവരുണ്ടാകാം, 15, 18, 20, 21, 30 അങ്ങനെ കൂടുതൽ ആയുസ് കിട്ടുന്നവരുണ്ടാകാം. പ്രായപൂർത്തി എത്തിയത് മുതൽ എത്ര ദിവസം കിട്ടിയോ അതൊരു ദിവസമാണെങ്കിൽ പോലും അത് അള്ളാഹുവിനെ ഓർക്കാനുള്ള സമയമാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുന്നത്. അവലം നുഅമ്മിർകും മാ യതദക്കർ, അവിടെ മാ എന്ന് പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഓർക്കാവുന്നതെന്തോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നാം നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോ പ്രായപൂർത്തിക്ക് ശേഷം ഒരു ദിവസമാണെങ്കിലും ജീവിച്ചവന് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ഒരു സമയത്തിനിടക്ക് അല്ലെങ്കിൽ ആ ഒരു സമയം കിട്ടിയതിന് ശേഷം നീ അള്ളാഹുവിനെ കുറിച്ച് ബോധവാനാവുകയും നരകത്തെ പേടിക്കുകയും സ്വർഗം പ്രതീക്ഷിച്ച്
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്തില്ല, പിന്നെന്താ അവിടെ നിലവിളിച്ചിട്ട് കാര്യം? അതാ അള്ളാഹു ചോദിക്കുന്നത്. അപ്പോ ഈ ആയത്ത് എല്ലാ ആളുകൾക്കും ബാധകമാണ്. ഇത്ര വയസ്സെത്തിയവർ എന്ന് കണക്കില്ല. പ്രായപൂർത്തിക്ക് കൂടിയ പരിധി 15 വയസ്സാണ്. 15 വയസ്സ് പൂർത്തിയായാൽ ആ 15 വയസ്സും ഏതാ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് വർഷമല്ല കണക്കൂട്ടേണ്ടത്. ഹിജ്റ അനുസരിച്ച് 15 വയസ്സ് പൂർത്തിയായാൽ ആ 15 എന്ന് പറയുമ്പോൾ 15 × 11 110ഉം 55ഉം ഏകദേശം ഒരു അര വയസ്സ് കുറയും. 14 വർഷം ചില്ലറയുമാകുമ്പോ ഹിജ്റ കണക്കനുസരിച്ച് 15 വയസ്സ് പൂർത്തിയായി. അപ്പൊ ഇംഗ്ലീഷ് വർഷം 10ാം ക്ലാസ് കഴിയുമ്പോൾ 15 കണക്കൂട്ടണ്ട. ആ 15 വയസ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി നിനക്ക് അള്ളാഹുവിനെ ഓർക്കാനും ജീവിക്കാനുമുള്ള സമയം എത്തിക്കഴിഞ്ഞു, എന്തുകൊണ്ട് ഓർത്തില്ല എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിച്ചുവോ നാം നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണ്. അബസ് എന്ന് പറഞ്ഞാൽ കളിയായി, വിനോദമായി. അള്ളാഹ്ക്ക് വേറും പണിയില്ലാത്തതുകൊണ്ട് വെറുതെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കി വിടുക, അങ്ങനെ നടന്നോട്ട ഭൂമി കൂടി, ഒരു ലക്ഷ്യവുമില്ല, അങ്ങനെ അലക്ഷ്യമായി ഒരു വിനോദമായി കളിയായി ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ അല്ല പടച്ചു വിട്ടതല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടും എന്നും നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ? അപ്പൊ വെറുതെ ഉണ്ടാക്കിയതല്ല. അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ പ്രത്യേക ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി നല്ല കാര്യങ്ങൾ അമലുസാലിഹ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. പിന്നെ മരണം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്നും ഭൂമിയിൽ ജീവിക്കുകയില്ല. അപ്പൊ ഈ ഒരു ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോ ഏതൊരു മനുഷ്യനും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുകയും നാളെ പരലോകത്തേക്ക് എത്തിച്ചേരേണ്ടെന്ന അവസ്ഥയെക്കുറിച്ച്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിനെ സംബന്ധിച്ച്, വിചാരണയെക്കുറിച്ച്, മഹ്ശറിനെ കുറിച്ച്, രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. ഇതൊന്നും ആലോചിക്കാത്ത മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിലെത്തിയാൽ, സൂറത്തുൽ ഫുർഖാന്റെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകളിൽ അള്ളാഹു അന്ത്യസമയത്തെ കളവാക്കുകയും അങ്ങനെയുള്ള ആളുകൾ നരകത്തിലെത്തിപ്പെടുകയും നരകത്തിന്റെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് ആ ആളുകളെ വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിന്റെ കോപവും നരകത്തിന്റെ ഗർജനവും ഈ ആളുകൾ കേൾക്കുന്നു, ഇരമ്പൽ കേൾക്കുന്നു. അങ്ങനെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന നരകവാസികളായ ആളുകൾ ദഅഉ ഹുനാലിക സുബൂറാ, അവിടെ വെച്ച് മനുഷ്യൻ നാശത്തെ വിളിക്കും. നാശമേ, എന്തൊരു കഷ്ടമായിപ്പോയി എന്നൊക്കെ. ദുബൂർ തന്നെ നാശം തന്നെ, നാശത്തെ വിളിക്കുക, അങ്ങനെ അല്ലെങ്കിൽ നാശം വിളിച്ചു പറയുക. രണ്ടർത്ഥവും പണ്ഡിതന്മാർ നൽകിയത് കാണാം. അപ്പൊ അള്ളാന്റെ മറുപടി ലാ തദ്ഉ അൽ യൗമ സുബൂറൻ വാഹിദൻ, നീ ഇന്ന് ഒരു വിളി വിളിക്കണ്ട, മറിച്ച് വദ്ഉ സുബൂറൻ കതീറ, എമ്പാടും നാശം, എന്റെ നാശങ്ങളെ, നാശമേ നാശമേ നാശമേ, നീ കുറേ നാശം, അത് നാശം ഇത് നാശം, അങ്ങനെ വിളിച്ചോ. കാരണം എന്താ? ഈ നാശമൊക്കെ നീ വരുത്തിയതാണ്. ആയുസിനെ കുറിച്ച് ഓർക്കാത്തത് കൊണ്ട് ഉണ്ടായിത്തീർന്ന നാശമാണ്. അതുകൊണ്ട് ഒരു നാശം എന്ന് പറയേണ്ടത് നീ എമ്പാടും നാശങ്ങളെ വിളിച്ചോ എന്ന് അള്ളാഹു അവനോട് പറയും. അതും എന്തിനാ? അള്ളാഹു നൽകിയ ആയുഷ്കാലത്തെ ഉപയോഗപ്പെടുത്താത്ത, ആ ആയുഷ്കാലം പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് തന്നെ, അവനെ ആ സൃഷ്ടിച്ചു എന്നതിൽ തന്നെ പരലോകമുണ്ട്, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിലുണ്ട് എന്ന് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ പ്രായത്തിന്റെ അങ്ങേ അറ്റം വരെ മടക്കപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ പടുകിഴവന്മാരായി തീരുന്ന ആളുകൾ, 72, 80, 90, 95, 100 ഒക്കെ വർഷം ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എത്രത്തോളം, എവിടെ വരെ എത്തും? നേരത്തെ ഇൽമുണ്ടായിരുന്നതിന് ശേഷം പിന്നെ ഇൽമില്ലാത്ത, അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ആയിത്തീരുന്നതിന് വേണ്ടി, അല്ലെ? മെമ്മറി പവർ നഷ്ടപ്പെട്ടു, തേയ്മാനം സംഭവിച്ചു, കാലാവധി കഴിഞ്ഞു അർത്ഥം. ഇങ്ങനെ മനുഷ്യനും മെമ്മറി പോകും, തലച്ചോറിന്റെ പവർ നഷ്ടപ്പെടും, ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. ചില ആളുകൾക്ക് പുതിയത് ഓർമ്മ ഉണ്ടാവും, പഴയത് ഓർമ്മ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് പഴയത് ഓർമ്മ ഉണ്ടാവും, പുതിയത് ഓർമ്മ ഉണ്ടാവില്ല. കേൾക്കാൻ ഒരു പ്രശ്നവുമില്ല, കാണാൻ ഒരു പ്രശ്നവുമില്ല, സംസാരിക്കാൻ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഓർമ്മല്ല, മെമ്മറി പോവുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അറിവുണ്ടായിരുന്നതിന് ശേഷം അറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് മടങ്ങാൻ വേണ്ടി ഇതൊക്കെ അല്ലാഹു വരുന്നതാണ്. അങ്ങനെ വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റം വരെ മടക്കപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആരെ കൂട്ടത്തിൽ?
നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലം വരും എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഇതെന്തിനാ ഓർമ്മപ്പെടുത്തുന്നത്? അള്ളാഹു നൽകിയ കണ്ണ്, അള്ളാഹു നൽകിയ ചെവി, അള്ളാഹു നൽകിയ സംസാരശേഷി, അള്ളാഹു നൽകിയ ആഹാരം കഴിക്കാനുള്ള സംവിധാനങ്ങൾ, നടക്കാനുള്ള ശേഷി, ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. അത് ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. സൂറത്ത് യാസീൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവന്റെ കണ്ണിനെ ലൗ തമസ്ന അയ്യുനഹും, അവരുടെ കണ്ണുകളെ നാം തുടച്ചെടുത്താൽ പിന്നെ എങ്ങനെയാണ് യൂസിയൂൻ അവർക്ക് കാണാൻ കഴിയുക? ഏത് വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നടത്തത്തിനിടയിൽ, പ്രായവ്യത്യാസമല്ല, നടത്തത്തിനിടയിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അള്ളാഹു തുടച്ചു നീക്കുകയാണ്. അതുവരെ ഈ സെക്കൻഡ് വരെ കണ്ടിരുന്നു, അടുത്ത സെക്കൻഡിൽ കാണാൻ സാധിക്കുന്നില്ല. ആരാ കൊണ്ടുപോയത്? തന്ന അള്ളാഹു കാഴ്ചയെ തിരിച്ചെടുത്തു. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും? അള്ളാഹുവിന്റെ ചോദ്യം. നമുക്ക് അള്ളാഹു തന്ന സംവിധാനമുണ്ട്, കഴിവുണ്ട്, അതിനെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ല പറയാൻ, ഭൂമിയെ ശാന്തമായി നിശ്ചലമായി നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒരനക്കവുമില്ല, ചെടികളില്ല, ചെടികളും സസ്യങ്ങളുമില്ല, എന്നാൽ മനുഷ്യന്മാരും കന്നുകാലികളും ഒന്നും ഉണ്ടാവില്ല, പക്ഷികളുണ്ടാവില്ല. പക്ഷേ ആ നിർജീവമായ ശാന്തമായ ഭൂമിയിലേക്ക് നാം മഴ വർഷിപ്പിച്ചാൽ അപ്പോൾ നിനക്ക് ആ ഭൂമിയെ കാണാം. അതിങ്ങനെ ഇളകുന്നതായി. എന്താ ഇളക്കം? ഉണങ്ങിയ വിത്തുകൾ മുളക്കുന്നു, ചെടികൾ മുളക്കുന്നു, സസ്യലതാദികൾ മുളക്കുന്നു. ഒന്നുമില്ലാത്ത പറമ്പിൽ കോടിക്കണക്കിന് പച്ചപ്പരവതാനി വിരിച്ചതുപോലെ ചെടികൾ മുളച്ചു പൊങ്ങുന്നു, അവ വളർന്നു വരുന്നു. 2 ദിവസം കൊണ്ടൊന്നായി ഒരു ചാണും ഒരു മുഴവുമൊക്കെ ഉയരള്ള ചെടികളും വളർന്നു വരുന്നു. അങ്ങനെ ആ ഭൂമിയത മഴ കിട്ടിയപ്പോൾ എല്ലാത്തരം സൗന്ദര്യമാർന്ന ഇണകളെയും ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഇത് രണ്ടും 5-ാമത്തെ സൂറത്ത് ഹജ്ജിലായത്താണ്. എന്താ അവിടെ ആദ്യം പറഞ്ഞത്? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, മനുഷ്യൻ നൽകിയ കഴിവിനെ കുറിച്ച്, മനുഷ്യൻ വരാൻ പോകുന്ന വാർദ്ധക്യത്തെക്കുറിച്ച്. അതിനുശേഷം എന്താ പറയുന്നത്? ഉണങ്ങി വരണ്ട മയ്യത്തായ ഭൂമി മഴ പെയ്തപ്പോൾ ആ ഭൂമിയിൽ ഉണ്ടായ മാറ്റം. ഇതെന്തിനാ താരതമ്യം ചെയ്തത്? ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീണു, ചെടി വളർന്നതുപോലെ തഴച്ചു വളരും, അത് ചെറിയ തൈ വലിയ മരമാകും, കായ്കനികൾ നൽകും, വടുവൃക്ഷമാകും, തണൽ നൽകും, കായകൾ നൽകും. പക്ഷേ പിന്നെ അതിന്റെ പ്രസരിപ്പ് പോകും, അതിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകും, കൊമ്പുകൾ ഉണങ്ങിപ്പോകും, വേരുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് ഉണങ്ങാൻ തുടങ്ങും, പച്ചപ്പ് ഇരുണ്ട കളറായി മാറും. അങ്ങനെ അതിന്റെ ജീവൻ പോകും. ഇതുപോലെ ഒരു മരണം ഈ ചെടിയെപ്പോലെ നിനക്കുമുണ്ടാകും. പക്ഷേ രണ്ടാമത് വീണ്ടും മറ്റൊരു മഴയ്ക്ക് ശേഷം നീ കിടക്കുന്ന ഭൂമിയിൽ നിന്ന്, ഖബറിൽ നിന്ന് അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വഹീഹ് മുസ്ലിമിലും മറ്റുള്ള ഹദീസാണ്. ഇനിയും ഒരു മഴ പെയ്യാനുണ്ട്. ആ മഴയോടുകൂടി ഭൂമിയിൽ മരിച്ചു വീണ മുഴുവൻ ആളുകളെയും അള്ളാഹു ജീവിപ്പിച്ചു കൊണ്ടുവരും. അപ്പൊ ഇതാണ് പറയുന്നത്. ഇത്തരം ആയത്തുകളിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുണ്ട്. സൂറത്ത് യാസീൻ 79-80 ആയത്ത്. അല്ലയോ നബിയെ പറയുക, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ഓരോ മനുഷ്യനെയും ആദ്യം സൃഷ്ടിച്ചവനാരോ അവൻ തന്നെ അതിനെ വീണ്ടും ജീവിപ്പിക്കും. നമ്മെ ഉമ്മയുടെ വയറ്റിൽ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മെ സൃഷ്ടിച്ചവനാരോ ആ അള്ളാഹുവിന് തന്നെ മരണശേഷം വീണ്ടും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഇപ്പൊ നമ്മളെ അള്ളാഹുവാണ് നമ്മെ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മരണശേഷം ഇതേപോലെ കോടാനുകോടി ആദം നബി മുതലുള്ള ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമോ എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ലെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ധാരണയിലും അള്ളാഹുവിനോടുള്ള ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും ഒരു നിഷേധ നിലപാട് നമ്മുടെ മനസ്സിലില്ലേ? ഒരു സംശയം. അങ്ങനെ തന്നെ അള്ളാഹു പുനർജീവിപ്പിക്കുമോ? അങ്ങനെ തന്നെ എഴുന്നേൽപ്പിക്കുമോ? അള്ളാഹ് ചോദിക്കാൻ, നിന്നെ ആദ്യം ഉണ്ടാക്കിയതാരാ? അവൻ തന്നെ. ഖുൽ യുഹീഹാ, ആദ്യമുണ്ടാക്കിയവനാരോ അവൻ തന്നെ ആ ആത്മാവിനെ, ആ മനുഷ്യനെ ജീവിപ്പിക്കും. ഒരു സംശയവും വേണ്ട. എല്ലാ സൃഷ്ടികളെ കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ്. ചിലപ്പോ അള്ളാഹു മറന്നു. ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, മറ്റേ ആള് ആ ആമൂട്ടി മുഹമ്മദ്, മറ്റേ ഇബ്രാഹിം കുട്ടി, ഇവരൊന്നും കണക്കപ്പെടൂല. പണ്ട് ഏത് കണക്കെടുത്താൽ നാളെ വിട്ടു അല്ലെ? അള്ളാന്റെ കണക്കിൽ വല്ലൊന്നും വിട്ടു എന്ന് വിചാരിക്കണ്ട. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. മനുഷ്യൻ മാത്രല്ല, എന്തൊക്കെ പടപ്പുകൾ ഭൂമിയിലുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അള്ളാഹു അറിയുന്നവരാകുന്നു.
അള്ളാന്റെ കണക്കിന്ന് വിട്ടുപോകുന്ന ഒരു സെൻസസും അള്ളാന്റെ അടുക്കലില്ല. എല്ലാം കൃത്യമാണ്. ആരൊക്കെ ഉണ്ടായോ അവനെയൊക്കെ ജീവിപ്പിക്കും. എന്നിട്ട് അള്ളാഹു അവിടെയും സൂറത്ത് യാസീനിലും ഉറപ്പെടുത്തുന്നു, പച്ചമരത്തിൽ നിന്ന് തീ നിങ്ങൾക്ക് വേണ്ടി തീയിനെ ഉൽപ്പാദിപ്പിച്ചവനാകുന്നു മകൻ. പച്ചമരത്തിൽ നിന്ന്, അതായത് ഉണങ്ങാത്ത പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്കായി കത്തിക്കാനായി തീ ഉൽപ്പാദിപ്പിച്ചവൻ. അല്ലെ, കാട്ടിൽ തീ പിടിക്കുന്നു, ഒരു തീപ്പെട്ടിക്കോലും അവിടെ അല്ല, ആരും അവിടെ ഉണങ്ങിയ ഇല ചുടുന്നില്ല, ഒരാളും തീ കത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഘോര വനത്തിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമികൾ, കാടുകൾ കത്തിപ്പോകുന്നു വേനൽക്കാലത്ത്. എവിടുന്നാ തീ കത്തുന്നത്? തീ കൊണ്ടുപോയിടുന്നുണ്ടാവും. അല്ലാതെ മരങ്ങൾ തമ്മിൽ ഉരസി തീപിടിക്കുന്നു. അല്ലെ, പണ്ടുകാല ഖുർആൻ പറഞ്ഞതാണ്, പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉൽപ്പാദിപ്പിച്ചു തന്നു. അപ്പൊ ഉണങ്ങിയ വിറക് തന്നെ വേണ്ട, റബ്ബർ കൊണ്ടുപോയി കത്തിച്ചു നോക്കും. റബ്ബർ മരം പച്ചക്ക് കത്തിച്ചാൽ പച്ചക്ക് കത്തും. അങ്ങനെ പച്ചക്ക് കത്തുന്നവയുണ്ട്. മുളകൾ കൂട്ടിയുരസി തീയുണ്ടാകുന്നു. ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യമല്ല. അപ്പൊ ഇങ്ങനെ ഈ തരത്തിൽ പച്ചമരത്തിൽ നിന്ന് തീയെ ഉൽപ്പാദിപ്പിച്ചു. എന്തിനാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്? വെള്ളം തീ കെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. മരം, പച്ചമരം, അത് സാധാരണഗതിക്ക് കത്തുകയില്ല. പക്ഷേ വിപരീതമായി തോന്നാവുന്ന രണ്ട് സംഗതികളിൽ അള്ളാഹു രണ്ട് ഗുണങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോ ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തി മനുഷ്യന്റെ ജീവൻ ഉണങ്ങിപ്പോയ, ദ്രവിച്ചുപോയ, പുഴുവരിച്ചുപോയ, വാൽക്കുറ്റിയല്ലാത്ത മറ്റൊന്നും ബാക്കിയില്ലാത്ത സ്ഥലത്ത് നിന്ന് മരിച്ചുപോയ അതേ മനുഷ്യനെ ഖബറിൽ നിന്ന് ജീവിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അല്ലയോ മനുഷ്യ, ഇന്നമാ അന്ത അയ്യാം, നീ, ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താ? നമ്മൾ എന്ന് ജനിച്ചുവോ മരിക്കുന്നത് വരെ എത്ര രാവും പകലുണ്ടോ, എത്ര ആയുസുണ്ടോ, അതാണ് ഞാൻ. അപ്പോ ഹസൻ ബസ്രി പറയാൻ, മനുഷ്യ, നീ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്, കുറെ ദിവസങ്ങൾ കൂടിയതാണ് നീ എന്ന് പറയുന്ന ആള്. നിന്നിൽ നിന്ന് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നിന്റെ കുറച്ചു ഭാഗം പോയി എന്ന് കണക്കാക്കിയാൽ മതി. ഒരു 10 കൊല്ലം ജീവിക്കുന്നവൻ ഒരു ദിവസം കഴിഞ്ഞാൽ ആ 10ൽ നിന്ന് ഒരു ദിവസം പോയി. അപ്പൊ എത്ര ദിവസം നീ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രയും ദിവസം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിന്റെ ബാക്കി അതിനുള്ളൂ. ഇത് ഹസൻ ബസ്രി റഹിമഹുല്ലാന്റെ വാക്കാണ്. അതുപോലെ തന്നെ അബൂ ഹാസിം പറഞ്ഞതായി കാണാം, മനുഷ്യൻ ഓരോ ദിവസവും ഭൂമിയിൽ നിന്ന് അവൻ യാത്ര പോവുകയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള വാക്ക് മർഹല എന്നാണ്. പണ്ടത്തെ ദർസിലൊക്കെ പഠിച്ചവരും ഫിഖ് പഠിച്ചവരും സാധാരണ നാടന്മാരായ ആളുകൾക്ക് അറിയാം മർഹല. ജമ്മും കസറൊക്കെ ആക്കാനുള്ള കണക്കായി ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയാം മർഹല. നമ്മൾ ഫെർലോങ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നിശ്ചിത ചെറിയ യാത്രാ ദൂരമാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു മർഹല, ഒരു ദിവസം ഭൂമിയിൽ നിന്ന് അവൻ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പണിയെടുക്കുന്നത് ഏത് നാട്ടിൽ നിന്നാണോ അവൻ യാത്ര പോകുന്നത് അതിനു വേണ്ടിയാണ്. അതായത് ദുനിയാവിൽ നിന്നാണ് ഓരോ ദിവസവും അവൻ യാത്ര പോകുന്നത്. പണിയെടുക്കുന്നതോ ഈ ദുനിയാവിന് വേണ്ടി. ഒരു ദിവസം നമ്മിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ദുനിയാവിനോട് യാത്ര പറയുമ്പോൾ എത്ര യാത്ര പറഞ്ഞുവോ അത്ര നമ്മൾ മരണത്തോട് മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടത് ഞാൻ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് മരണത്തിലേക്കാൾ. ആ മരണത്തിനും പരലോകത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഞാൻ എങ്ങോട്ടാണോ എത്തേണ്ടത് ആ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കാത്ത, എവിടെന്നാണോ യാത്ര പോകുന്നത് അതിനുവേണ്ടി പണിയെടുക്കുന്നവന്റെ കാര്യം അത്ഭുതം തന്നെ എന്നാണ്. ദുനിയാവാണ് ഈ വീട്. ഈ വീട്ടിൽ നിന്ന് പരലോകമാകുന്ന വീട്ടിലേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മരണം വരെ പണിയെടുക്കുന്നത് എന്തിനാ? ഈ വിട്ടേച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി. പണിയെടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? എങ്ങോട്ടാണോ ചെല്ലാനുള്ളത് അവിടേക്ക് വേണ്ടിയാണ്. അപ്പൊ അതിനു വേണ്ടി പണിയെടുക്കാതെ ഒഴിവാക്കി പോകുന്ന വീടിന് വേണ്ടി പണിയെടുക്കുന്നവൻ, അവന്റെ കാര്യം അത്ഭുതം തന്നെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, ഒരു മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? ഒരു ദിവസം അവനിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ആ ദിവസം അവന്റെ മാസത്തെ പൊളിച്ചിരിക്കുന്നു. ഇപ്പൊ 30 ദിവസമുള്ള ഒരു മാസം, ആ മാസത്തിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ആരെ തകർത്തു? ഒരു മാസത്തിന്റെ 30ൽ ഒരു ഭാഗത്തെ തകർത്തു. അവനിൽ നിന്ന് ഒരു മാസം പിന്നിടുമ്പോൾ അവന്റെ ഒരു വർഷത്തിൽ നിന്ന് ഒരു മാസത്തെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു വർഷം ഒരാളുടെ ജീവിതത്തിൽ പിന്നിട്ട് പോകുമ്പോൾ ആ വർഷം അവന്റെ ആയുസിന്റെ ഒരു വർഷത്തെയാണ് പൊളിച്ചു കളഞ്ഞത്. അവന്റെ ദുനിയാവിനോട് ആയുസിനോട് അവൻ വിട പറയുമ്പോൾ അവന്റെ അവധിയിലേക്കാണ്
മാർഗത്തിലാണ് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ജീവിതം അവനെ തെളിച്ചു കൊണ്ടുപോകുന്നത് അവന്റെ മരണത്തിലേക്കാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് സന്തോഷിക്കാൻ സാധിക്കുക എന്നാണ് അബൂ ഹാസിം റഹിമഹുള്ള വിശദീകരിച്ചത്. ഇങ്ങനെ എമ്പാടും വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പ്രഭാതവും നമ്മോട് പറയുന്നു, ഇതും ഹസൻ ബസ്രിയുടെ വാചകമാണ്. ഒരു പ്രഭാതം സുബ്ഹി ആവുമ്പോൾ നേരം വെളുക്കുമ്പോൾ ആ നേരം വെളുപ്പ് ഫജ്ർ നമ്മോട് പറയാൻ, അല്ലയോ മനുഷ്യ, ഞാനിതാ പുതിയൊരു പ്രഭാതമാണ്, ഞാൻ നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. ഈ നേരം വെളുത്ത് എണീറ്റിട്ട് ജോലിക്ക് പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണല്ലോ. നിന്റെ ജോലിക്ക് സാക്ഷിയാകുന്ന പുതിയൊരു സൃഷ്ടിയാകുന്നു ഞാൻ. അതുകൊണ്ട് ഞാനാകുന്ന ഈ ദിവസത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. എന്നെ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഞാൻ പിന്നെ നിന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് നേരം വെളുത്തപ്പോ ഇതൊരു സങ്കല്പമാണ്. ഇന്ന് നേരം വെളുക്കുമ്പോ ഈ ദിവസം നമ്മോട് പറയുന്നുണ്ട്, മനുഷ്യ, ഞാൻ എന്റെ കൂടെ ഉണ്ടാവും, നീ ചെയ്യുന്ന അമലിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നല്ല നിലക്ക് പരലോകത്തിന് വേണ്ടി പണിയെടുത്തോ. ഇല്ലെങ്കിൽ ഇനി ഞാൻ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരില്ലെന്നാൽ ഈ ദിവസം നമ്മുടെ അടുക്കലേക്ക് ഇനി വരില്ല. നാളെ വരുന്നത് വേറെ ദിവസം. പോയ ദിവസം പോയി കഴിഞ്ഞു. അറബിയിൽ ഒരു 4 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത 4 കാര്യങ്ങൾ, വീണ്ടെടുക്കാൻ പറ്റാത്തത്. ഒന്ന്, വായിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സംസാരമാണ്. ഈ 2 ചുണ്ടിനിടയിൽ നിന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അത് അന്തരീക്ഷത്തിൽ പോയി, അന്തരീക്ഷത്തിൽ ലയിച്ചു എന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇവിടെ തങ്ങിയിട്ടുണ്ട് അല്ലെ. പഴയ ശബ്ദങ്ങൾ തിരിച്ചെടുക്കാം. ഏത് ശബ്ദവും പരലോകം നാളെ അല്ലാഹു ഹാജരാക്കും. അപ്പോ പക്ഷേ നമ്മുടെ ചുണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. പറഞ്ഞത് പിന്നെ തിരുത്താന്നല്ലാതെ അത് ഇങ്ങോട്ട് പിൻവലിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഒരു അമ്പ് വില്ലിൽ നിന്ന് പുറത്തെ അമ്പെയ്യുന്നവൻ വില്ല് വലിച്ചു കഴിഞ്ഞാൽ ആ അമ്പങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. വിട്ടുകഴിഞ്ഞാൽ പോയി തന്നെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ? കാലം എന്ന് പറയുന്നത്. കാലം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും കാലമാണ്. കാലം പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ഒരു സെക്കൻഡ് പോയാൽ ആ പോയ സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഫുർസ, ചാൻസ് എന്ന് പറയുന്നത് ഓരോന്നും അള്ളാഹു നൽകിയ ചാൻസ്. ഒരു ചാൻസ്, ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ആ ചാൻസ് രണ്ടാമത് തിരിച്ചു കിട്ടൂല. അത് പോയി കഴിഞ്ഞു. അതിനാൽ ഓരോ സെക്കൻഡും നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു സമയത്തെയും ഒരു സെക്കൻഡിനെയും നമുക്ക് ഇല്ലാതാക്കാനോ ഓർക്കാതിരിക്കാനോ സാധിക്കുകയില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ ആയത്ത്, ഓരോ ആയുസ്സും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇനി ഖുർആനും ഹദീസും പരിശോധിച്ചാൽ 40 വയസ്സെത്തിയവരും 60 വയസ്സെത്തിയവരെ കുറിച്ചും പ്രത്യേകം പറയുന്നുണ്ട്. അത് മാത്രം ഒന്ന് വിശദീകരിക്കാം. എന്താണ്? സൂറത്ത് അഹ്ഖാഫിലെ 15, 16 ആയത്തുകൾ മാതാപിതാക്കളെ കുറിച്ചും മാതാവ് ഗർഭം ധരിച്ചതും എന്നിട്ട് പ്രസവിച്ചതും അതിൽ ഉമ്മക്കുണ്ടായ വിഷമവും ഒക്കെയാണ് ഖുർആൻ ഉണർത്തുന്നത്. അതുകൊണ്ട് നിന്നെ പരിപാലിച്ച ബാപ്പ ഉമ്മ അവർക്ക് ഇഹ്സാൻ, നന്മ ചെയ്യണമെന്ന് മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു എന്നിട്ടല്ല പറയാണ്. അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധ, അങ്ങനെ അവന്റെ ബലഗ അശുദ്ധഹു എന്നാൽ ശക്തി പ്രാപിക്കുക എന്നാണ്. അതായത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ആരോഗ്യം, ബുദ്ധിപരമായ പൂർണ്ണത, വിവേകം, അതിന് പ്രായത്തിന് കണക്കില്ല, അതൊക്കെ എത്തുകയും ബലഗ 40 സന 40 വയസ്സ് എത്തുകയും ചെയ്ത ഒരു മനുഷ്യൻ കാല അവൻ പറയണം, 40 വയസ്സെത്തുന്ന മനുഷ്യൻ, എനിക്ക് അള്ളാഹു നൽകിയ ആയുസിന്റെ പകുതി ഞാൻ പിന്നിട്ടിരിക്കുന്നു, പകുതിയിലധികം പിന്നിട്ടിരിക്കുന്നു. ഉണ്ടായേക്കാവുന്ന 60-70 എന്ന് പറഞ്ഞതിന്റെ പകുതിയിലധികം ഞാൻ പിന്നിട്ടു. അപ്പൊ ആ 40 വയസ്സെത്തിയ മനുഷ്യൻ ഇങ്ങനെ പറയും. ഒരു വിശ്വാസിയായ മനുഷ്യൻ 40 വയസ്സ് എന്നത് ഒരു മനുഷ്യന്റെ ഒരു നിർണായക ഘട്ടമാണ്. ആ വയസ്സെത്തും ഒരു മനുഷ്യൻ പറയും, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ നന്മ ചെയ്തു തന്നതിന് പകരം, നിഅമത്ത് ചെയ്തു തന്നതിന് പകരം നന്ദി കാണിക്കാൻ എനിക്ക് നീ തോന്നിപ്പിക്കണമേ. കണ്ടോ എന്താ പ്രാർത്ഥന? എനിക്ക് തന്ന നിയമത്ത് മാത്രമല്ല, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നിയമത്ത്. എന്തിനാ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നിയമത്ത് കൊണ്ട് അതിവിടെ കൂട്ടിപ്പറയണ എന്തിനാ? നമുക്ക് കിട്ടിയ നിയമത്ത് നമ്മൾ അംഗീകരിക്കുന്നു. മാതാപിതാക്കൾക്ക് കിട്ടിയ നിയമത്ത് മക്കൾ പറയാൻ, ബാപ്പക്കും ഉമ്മക്കും കൊടുത്തതും എനിക്ക് കിട്ടിയതുമായ നിയമത്തിന് നന്ദി കാണിക്കാനുള്ള ഒരു ഓർമ്മ, ഒരു തോന്നൽ എന്നിൽ ഉണ്ടാക്കണം. എന്തിനാ
അങ്ങനെയാണോ വാപ്പനെയും മനെയും കൂട്ടി പറഞ്ഞത്? വാപ്പക്കും ഉമ്മക്കും അള്ളാഹു നൽകുന്ന നിയമത്ത് നമുക്കുള്ള നിയമത്താണ്. അവർക്ക് സ്വത്തുണ്ട്, നമ്മൾ അതിന്റെ അനന്തരാവകാശികളാവും. ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തും അവരുടെ സ്വത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കിട്ടും. പിന്നെ മാതാപിതാക്കൾക്ക് വീടുണ്ട്, അത് നമ്മുടേതാണ്. അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്. മാതാപിതാക്കൾക്ക് മതപരമായ ഇൽമുണ്ട്, അതിന്റെ ഒന്നാമത്തെ ഉപയോക്താക്കൾ, അതിന്റെ ഗുണഭോക്താക്കൾ ആരാ? മക്കളാണ്. വാപ്പയും ഉമ്മയും വിവരങ്ങളാണെങ്കിൽ ആ വിവരമുള്ള മക്കളും വളർന്നു വരും. അപ്പോ മാതാപിതാക്കൾക്ക് ഇൽമുണ്ടായാൽ അതിന്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ മക്കളാണ്. അപ്പൊ ഭൗതികമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും മാതാപിതാക്കൾക്ക് കിട്ടുന്ന നിയമത്ത് ഞങ്ങൾക്ക് കൂടി നിയമത്താണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൊടുത്ത നിയമത്തിനും ഞങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ നിയമത്തിനും നന്ദി കാണിക്കേണ്ടവരാണ് ഞങ്ങൾ. അതിനുള്ളൊരു തോന്നൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. നോക്കൂ, ആലോചിച്ച് നോക്കൂ. 40 വയസ്സെത്തിയവർ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? 40 വയസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇനി 40 വയസ്സെന്ന് പറഞ്ഞാൽ ഏതാ? എനിക്ക് 40 ആയിട്ടുള്ള 38 ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കണ്ട. 40 എന്ന് പറയുന്നത് 38 വയസ്സും 8 മാസവും ഇംഗ്ലീഷ് കണക്കനുസരിച്ച് എത്തിയിട്ടുണ്ടോ നമുക്ക് 40 വയസ്സായി അറബി. അപ്പൊ 40 ആയില്ലായാച്ച് കാത്തിക്കണ്ട. 38.25 ഏകദേശം അത്ര ആയാൽ 40 വയസ്സെത്തി. അപ്പൊ പ്രാർത്ഥിക്കണം. തീർന്നില്ല പ്രാർത്ഥന. പിന്നെന്താ പറയണത്? അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അമലുകൾ ചെയ്യാനും എന്റെ മനസ്സിൽ നീ തോന്നിപ്പിക്കണമേ. കണ്ടോ, നന്ദി കാണിക്കണം. 40 വയസ്സ് കഴിഞ്ഞു, ഇനി നിനക്ക് നന്ദി കാണിക്കണം. അതിന്റെ തോന്നലുണ്ടാക്കി തരണം. അള്ള തോന്നലുണ്ടാക്കിയാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല 40 വയസ്സ് വരെ ഞാൻ പലപ്പോഴും ദുനിയാവിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇനി ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്, എന്റെ ആയുസ് തീരുകയാണ്. പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അമലു സാലിഹ് ചെയ്യാനുള്ള തോന്നലും അല്ലാഹുവേ നീ എനിക്കുണ്ടാക്കി തരണേ. പിന്നെയോ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നീ ഇസ്ലാഹ് നന്മ വരുത്തണമേ. ഇസ്ലാഹ് ചെയ്യാന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുവാന്നാണ്, കേട് തീർക്കുക, നന്നാക്കുക. അല്ലെ, ഗൾഫിലൊക്കെ പോയാൽ വർക്ക്ഷോപ്പിന്റെ മുകളിൽ ഇസ്ലാഹ് എഴുതിയിട്ടുണ്ടാവും. ഏതാ? ഇസ്ലാഹി പ്രസ്ഥാനമല്ല, കാറ് നന്നാക്കുന്ന സ്ഥലം. വണ്ടി നന്നാക്കി കൊടുക്കുക, കേട് തീർക്കുക എന്നാണ്. വാസ്ലിഹ് ലീ, എനിക്ക് വേണ്ടി നീ കേട് തീർത്ത് നന്നാക്കണമേ. ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ. ഇപ്പൊ 40 വയസ്സെത്തിയ ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ നീ ഇസ്ലാഹ് വരുത്തണം. ഇതുവരെ ഞാൻ മക്കളെ പോറ്റി, ഇനി എന്നെ പോറ്റാവുന്ന, എന്റെ ആദർശം സ്വീകരിക്കാവുന്ന, യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാവുന്ന ഒരു ഇസ്ലാഹ് എന്റെ മക്കളിൽ നീ വരുത്തണേ. കാരണം എന്താ? ഈ മക്കളാണ് നാളെ എന്റെ കൈപിടിക്കേണ്ടവർ, അവരാണ് എന്നെ സഹായിക്കേണ്ടവർ, അവരാണ് എനിക്കൊരു പക്ഷേ ഭക്ഷണം വാരിത്തരേണ്ടവർ, അവരാണ് എന്റെ മലമൂത്ര വിസർജനം കഴുകി ശുദ്ധിയാക്കേണ്ടവർ, അവരാണ് എന്നെ കൈപിടിച്ച് വള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടവർ. ആ നിലക്ക് എന്റെ മക്കളിൽ നീ ഇസ്ലാഹ് വരുത്തണേ എന്നൊരു പണ്ഡിതന്മാരെ വിശദീകരിച്ചു കാണാം. എന്റെ മക്കളെ നന്നാക്കണേ എന്നല്ല പറഞ്ഞത്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വേണ്ടി നീ ഇസ്ലാഹ് വരുത്തണം. അപ്പൊ മക്കള് നന്നായാൽ ഗുണാർക്ക? ബാപ്പക്കാൻ. അപ്പൊ 40 വയസ്സായ മകൻ പ്രാർത്ഥിക്കാൻ എന്റെ ബാപ്പയ്ക്ക് വേണ്ടി. പിന്നെ എന്റെ മക്കളെ നന്നാക്കി തീർക്കണേ, എനിക്ക് ഇനി വരാനുള്ളത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ നമ്മുടെ മക്കൾക്ക് വേണ്ടി, മക്കൾ നന്നാകാൻ വേണ്ടി. എന്നിട്ടോ 40 വയസ്സായി, ഇനി നോക്കിക്കാൻ സമയമല്ല. ഇന്നി തുബ്തു ഇലൈക്, അള്ളാഹു എന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനിതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു നിന്നിലേക്ക്. വ ഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ ഖേദിച്ചു മടങ്ങി. ഇനി ഒരു നല്ല ജീവിതം എന്റെ മനസ്സിൽ നീ ഉണ്ടാക്കി തീർക്കണം. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. അപ്പം ഇനി അങ്ങോട്ട് നല്ല മുസ്ലിമായി ജീവിക്കണം. അപ്പൊ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി 40 വയസ്സ് ഹിജ്റ കണക്കനുസരിച്ച് എത്തുമ്പോ ഒരു വിശ്വാസി നടത്തേണ്ട പ്രാർത്ഥന. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഈ ആയത്ത് സൂറത്തുൽ അഹ്ഖാഫ് 15-ാമത്തെ ആയത്ത്. ശേഷം അല്ലാഹു പറയാൻ, ഇവിടെ പറഞ്ഞ ഗുണങ്ങൾ ആർക്കുണ്ടോ അവരിൽ നിന്നാണ് നല്ല അമലുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. അവർക്ക് വല്ല തെറ്റും സംഭവിച്ചാൽ അവരുടെ സയ്യിആത്തുകൾ നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്യും, മാപ്പാക്കും. അപ്പൊ ആ 2 ഓഫർ ഇവിടെ വേറെ ഉണ്ട്. ഈ 2 ഓഫർ കൂടി കിട്ടണമെങ്കിൽ എന്ത് വേണം? 3ാമതൊരു ഓഫർ ഉണ്ട്. എന്താണ്? അങ്ങനെ അവർ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടും. അപ്പൊ ഈ 3 കാര്യം കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇപ്പറഞ്ഞവരാണ്. ഇനി പിന്നെ മസ്റൂഖ് എന്ന് പറയുന്ന താബഈ പണ്ഡിതൻ പറഞ്ഞത് കാണാം. നിനക്ക് 40 വയസ്സെത്തിയാൽ ഫഖുദ് ഹിദ്റക്, നിന്റെ എല്ലാ മുൻകരുതലും നീ എടുത്തോ. ഇനി നോക്കിക്കാൻ നേരല്ല. ഫഖുദ് ഹിദ്റക്, ഹിദ്ർ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ, രക്ഷാമാർഗം എന്നാണ്. ഭയം, പേടി എന്നർത്ഥം. നിന്റെ സൂക്ഷിക്കേണ്ട എല്ലാ സൂക്ഷ്മതയും എല്ലാ മുൻകരുതലും നീ
നിന്ന് സ്വീകരിക്കുക. ഇനി നല്ല ജാഗരൂകനായി ജീവിക്കേണ്ട സമയമാണ്. 40 എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നത് കാണാം. നമ്മുടെ നിയമത്തുകൾ അതെന്താക്കണം? ആര് നിയമത്ത് തന്നുവോ അവരോട് നന്ദി കാണിക്കണം. മാതാപിതാക്കൾ നിയമത്ത് നൽകി, അവർ നമുക്ക് ഉപകാരം ചെയ്തു, അവർക്ക് നന്ദി കാണിക്കണം. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം, മാതാപിതാക്കൾ നന്ദി കാണിക്കണം. നിയമത്ത് നൽകിയത് പിന്നെ അള്ളാഹുവാണ്. അള്ളാഹു നിയമത്ത് എന്താ? നമ്മൾ ഇനിയുള്ള കാലം പ്രായത്തെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന നല്ല മനുഷ്യന്മാരായി ജീവിക്കുക എന്നതാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെയോ എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെന്താ? തർല്ലാഹ്, നീ തൃപ്തിപ്പെടുന്ന അമല് ചെയ്യാൻ, ആളുകളെ തൃപ്തിപ്പെടുത്താനല്ല, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ല, നിനക്ക് നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തി ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ഇവിടെ പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തു നംല്, ഉറുമ്പിന്റെ അധ്യായം, അവിടെ 18-19 ആയത്ത് ഒരു ഉറുമ്പിന്റെ താഴ്വരയിലൂടെ മൂസാ നബിയും സൈന്യവും നടന്നു പോവുക. അപ്പോ മറ്റു ഉറുമ്പുകളോട് ഒരു ഉറുമ്പ് പറഞ്ഞു എന്ന് പറയുന്ന ആയത്താണിത്. ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള നംല് എന്ന പദത്തിലാണ് ആ അധ്യായത്തിന് ഉറുമ്പുകളുടെ അധ്യായം എന്ന് പേര് വന്നത്. അപ്പൊ ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ ചിരിച്ചു. കാരണം ഉറുമ്പ് പേടിക്കുന്നുണ്ടാണോ? സുലൈമാനും സൈന്യവും വരുന്നുണ്ട്, ചവിട്ടി മതിക്കും എന്ന് പറയാൻ. അപ്പൊ സുലൈമാൻ നബി ചിരിച്ചു. എന്നിട്ട് സുലൈമാൻ നബി പറയാൻ, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ വാപ്പക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒരു തോന്നൽ, നേരത്തെ പറഞ്ഞ ആ തോന്നലുണ്ട്, ആ തോന്നൽ എനിക്കുണ്ടാക്കി തരണേ. വൻ അമല സാലിഹൻ തർല, എമ്പാടും നിയമത്ത് എനിക്ക് നീ തന്നിട്ടുണ്ട്, ആ നിയമത്തിനനുസരിച്ച് നീ തൃപ്തിപ്പെടുന്ന പ്രവൃത്തി ചെയ്യാനും അല്ലാഹുവേ നീ എനിക്ക് തോന്നൽ ഉണ്ടാക്കണമേ. വാദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. അപ്പോ സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയും നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അപ്പോ ആയുസിനെ കുറിച്ച് ഓർത്ത് യഥാർത്ഥ വിശ്വാസികളും പ്രാർത്ഥന നടത്തുന്നവരും ആയി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. മറ്റൊന്ന്, ഹദീസിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം 60 വയസ്സാണ്. ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പണ്ഡിതന്മാരും ഉദ്ധരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദറല്ലാഹു ഇലംരിഇൻ അഖറ അജലഹു ഹത്താ ബല്ലഗഹു 60 സന. 60 വയസ്സ് എത്തുന്നതുവരെ ഏതൊരുത്തന്റെ ആയുസ്സിനെ അള്ളാഹു പിന്തിപ്പിച്ചുവോ അവനോട് ഉഴ്റില്ല എന്ന് അള്ളാഹു ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു ഒരാളോട് അഴ്തറ എന്ന വാക്കിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം അസാലൽ ഉഴ്റ, ഉഴ്റെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇനി ഒരു ന്യായവും പറയാൻ 60 വയസ്സെത്തിയ ഒരു മനുഷ്യനും അവകാശമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെയും 60 വയസ്സെന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ കണക്കൂട്ടണം, ഹിജ്റ വർഷമാണ് കണക്കൂട്ടേണ്ടത്. ഇംഗ്ലീഷ് വർഷമനുസരിച്ച് 58 വയസ്സും 2 മാസവും എത്തിയ ഒരാൾക്ക് അറബി വർഷം അനുസരിച്ച് 60 വയസ്സ് പൂർത്തിയായി. നമ്മൾ അറബി ഓർക്കലേ ഇല്ല. ഇപ്പൊ അതിനൊക്കെ സംവിധാനമുണ്ട്, നെറ്റിൽ അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര, 30, 5, 66, 70, 80 എത്ര അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏത് ഭാഷയിലും അടിക്കുക. ഇതിനോട് യോജിക്കുന്ന ഹിജ്റ വർഷം ഏതാണ്? അപ്പൊ നമ്മൾ ഹിജ്റ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടു. നമ്മൾ എത്ര വയസ്സും എത്ര മാസവുമായി എത്ര ദിവസവുമായി എന്ന് കൃത്യമായി കണക്കൂട്ടാൻ പറ്റും. ഇംഗ്ലീഷ് വർഷവും അറബി വർഷവും അനുസരിച്ച് ഒരു വർഷത്തിൽ 11 ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിനേക്കാൾ കുറവാണ് ഹിജ്റ വർഷത്തിന് 11 ദിവസം. അതുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത്. അപ്പൊ 58-2 ആയാൽ 60 വയസ്സായി. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് എത്ര ആൾക്ക് 60ആയി? ജനുവരി ഫെബ്രുവരി കണക്കൂട്ടണ്ട. അപ്പോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, അള്ളാഹു ഹുജ്ജത്ത് സ്ഥാപിക്കുകയാണ് ഒന്നിനു മേലെ മറ്റൊന്നായി. പ്രായപൂർത്തിയെത്തി, ചിന്തിക്കാനുള്ള പ്രായമായി, വിവരം കിട്ടി, ഹുജ്ജത്ത് സ്ഥാപിതമായി. പിന്നെ ഓരോന്നും അള്ളാന്റെ ഹുജ്ജത്ത് കൂടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ന്യായം, നമുക്ക് മേലുള്ള ന്യായം ശക്തിപ്പെടുന്നു. ഒരാൾക്ക് എത്ര കണ്ട് ആയുസ് കൂടുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കൂടുതൽ ശക്തിപ്പെടുകയും നമ്മുടെ ഉതിറി ഇല്ലാതാവുകയും ചെയ്യുന്നു. കാരണം എന്താ? നിനക്ക് ഇത്ര തന്നില്ലേ, എന്തുകൊണ്ട് ഓർത്തില്ല എന്ന് അള്ളാഹു നമ്മൾ ചോദിക്കും. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ എന്ന ചോദ്യം പരലോകത്തുള്ള ചോദിക്കും. അപ്പോ എത്ര ആയുസുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ന്യായം ഇല്ലാതാകുന്നു, അള്ളാഹുവിന്റെ ന്യായം ശക്തിപ്പെടുന്നു. അതുകൊണ്ടാണ് 60 എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു നൽകാവുന്നതിന്റെ പരമാവധിയാണ്. ആ 60-ന് അപ്പുറത്തേക്ക് ഒരു ദിവസം ജീവിച്ചാൽ അത് ബോണസാണ്. അപ്പൊ 60 എത്തിയ ഒരാൾക്ക് ഇനി ഒരു ന്യായവും അള്ളാഹുവിന് പറയാൻ, ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ അള്ളാഹുവേ, കുറച്ചും കൂടി എന്നെ ജീവിപ്പിച്ചുകൂടായിരുന്നോ? 60 അല്ലേ ആയുള്ളൂ. ഇപ്പൊ 60 എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ 60ആയി. ഇത് ഇംഗ്ലീഷ് അനുസരിച്ച് 60 കഴിഞ്ഞു. അപ്പോ
ഹിജ്റ അനുസരിച്ച് 61 കഴിഞ്ഞിട്ടുണ്ട്, 62 അടുത്തെത്തി. 66 വയസ്സാകുമ്പോ 68 വയസ്സാവും. ഇംഗ്ലീഷ് 66 ആവുമ്പോ ഹിജ്റ 68, അതായത് 33 വർഷം ഇംഗ്ലീഷ് അനുസരിച്ചാകുമ്പോ ഹിജ്റ അനുസരിച്ച് 34 വയസ്സായി. 33 + 1, അപ്പം 61 കഴിഞ്ഞു എനിക്ക്. അപ്പൊ നമ്മളൊക്കെ കണ്ടാൽ ആ ചെറുപ്പക്കാരെന്ന് പറയും, മരിച്ചാ പറയാ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അള്ളാന്റെ കണക്കിന് എല്ലാ അവധിയും കഴിഞ്ഞു. ഏത് അള്ളാൻ സേച്ച അവധി കഴിഞ്ഞിട്ടില്ല. തന്നതിന്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിന്റെ അങ്ങേയറ്റം പിന്നെ കിട്ടുന്നൊക്കെ ബോണസാണ്. അപ്പൊ 60 വയസ്സെത്തിയിട്ടും നീ എന്തുകൊണ്ട് പഠിച്ചില്ല, നീ എന്തുകൊണ്ട് മുസ്ലിമായി ജീവിച്ചില്ല, നീ എന്തുകൊണ്ട് അമൽ സാലിഹ് ചെയ്തില്ല, നീ എന്തുകൊണ്ട് നേരത്തെ 40 വയസ്സെത്തും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ദുനിയാവൊക്കെ കുറച്ച് നന്നായി അള്ളാഹുവെ നിനക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഇതാ എന്റെ അവധി 60 ഇനി മരണത്തിലേക്കുള്ള ദിവസങ്ങളാണ്. ഇതിനിവിടെ മുഅ്തറഖ് എന്നൊരു വാക്ക് ഒരു പണ്ഡിതൻ ഉപയോഗിച്ച് കാണാം. ഖരീബത്തുൻ മിനൽ മുഅ്തറഖ്. മുഅ്തറഖ് എന്നാൽ യുദ്ധക്കളം നടത്തുന്നുണ്ട്. പിന്നെ മുഅ്തറഖ് എന്നാൽ 60ന്റെയും 70ന്റെയും ഇടക്കുള്ള വയസ്സിനും മുഅ്തറഖ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 60നും 70നും ഇടക്കാണ് മനുഷ്യന്റെ ശരാശരി ആയുസ് മുഹമ്മദ് നബി ഉമ്മത്തിന്റെ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മുഅ്തറഖ് എന്നുള്ള വാക്കിനകത്ത് എന്താ? മരണത്തോട് ഏറ്റുമുട്ടുന്ന ഘട്ടം എന്നാണ്. അപ്പൊ മരണത്തോട് ഏറ്റുമുട്ടാവുന്ന സ്വാഭാവികമായി സാധാരണഗതിയിൽ മരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി നന്നാവേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. അത് എത്തിയിട്ടും നന്നാകാത്തവൻ, 60 എത്തിയിട്ടും നന്നാകാത്തവൻ അള്ളാന്റെ അടുക്കൽ ഒരു ന്യായവും ഇനി പറയാൻ ബാക്കിയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. നോക്കൂ, എത്ര ശക്തമായ താക്കീതാണ് സഹോദരന്മാരെ. നമ്മളിത് ആലോചിക്കണം. ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ 40 നവവിയുടെ 40 ഹദീസിന്റെ ശറഹ് ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞതായി ഒരു വാചകം കാണാം. എന്താ? 60 വയസ്സായ ഒരാളോട് ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിക്കുകയാണ്, നിനക്ക് എത്ര വന്നു എന്നാ, നിനക്ക് എത്ര വയസ്സായി? അപ്പൊ അയാൾ പറഞ്ഞു 60 വയസ്സായി. അപ്പോ നീ 60 വയസ്സായി നിന്റെ റബ്ബിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് എത്താറായിരിക്കുന്നു എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പൊ ഫുളൈൽ ചോദിച്ചു, നീ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നാൽ എന്താ മനസ്സിലാക്കിക്കോ, ഞാൻ അള്ളാഹുവിന്റെ അടിമയും ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനുമാണ് എന്നാണ് നീ പറഞ്ഞതിനർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാൽ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. അക്കാര്യം നീ മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തോ, നീ ഇതാ മരിക്കാറെടുത്തിരിക്കുന്നു. മരിച്ച് മഹ്ശറിൽ ചെന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടും. നിർത്തപ്പെട്ടാൽ പിന്നെ നിന്നോട് ചോദ്യം ചോദിക്കപ്പെടും. ചോദ്യം ചോദിക്കപ്പെട്ടാൽ നീ ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പൊ അവിടെ വെച്ച് ഉത്തരം പറയാനുള്ള ഒരുക്കം നീ നടത്തിക്കോ. അപ്പൊ 60 വയസ്സായാൽ നീ പ്രത്യേകിച്ച് ഈ കാര്യം ഓർക്കണം. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, അതിനെന്താ വഴി പരലോകത്ത് ഉത്തരം പറയാൻ? അപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, യസീറ, അത് വളരെ എളുപ്പമാണ്, അത്ര വലിയ കേസൊന്നല്ല, വളരെ ചെറിയ കാര്യമാണ്. എന്താ കാര്യം? ഈ 60 എത്തിയതിനു ശേഷം ഇനിയുള്ള ദിവസങ്ങളിൽ നീ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക, നന്മ ചെയ്യുക. എങ്കിൽ നിന്റെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ നിനക്ക് പൊറുക്കപ്പെടും. 60 വയസ്സ് വരെ ചെയ്ത കാര്യങ്ങൾ നിനക്ക് പൊറുക്കപ്പെടും. എപ്പോഴും 60ന് ശേഷം നീ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ, ഇഹ്സാൻ ചെയ്താൽ. ഇനി അതല്ല, 60 എത്തിയിട്ടും നീ നന്നാകുന്നില്ല, പണ്ടത്തെ സംസാരം തന്നെയാണ്, പണ്ടത്തെ പെരുമാറ്റം തന്നെയാണ്, പണ്ടത്തെ ദുഷ്നടപ്പുകൾ തന്നെയാണ്, പണ്ടത്തെ ചീത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്, അനാവശ്യമായ നോട്ടമാണ്, അനാവശ്യമായ സംസാരമാണ്, അനാവശ്യമായ പ്രവർത്തനങ്ങളാണ്, അള്ളാഹുലേക്ക് അടുക്കുന്നില്ല, അകലുകയാണ്, അപ്പടി തന്നെയാണ് പോകുന്നത് എങ്കിൽ നീ ഓർക്കുക, നിനക്ക് പണ്ട് കഴിഞ്ഞതിനും 60 എത്തിയിട്ടും ചെയ്യുന്ന തിന്മക്കും രണ്ടിനും നിനക്ക് ശിക്ഷയേൽക്കും. പഴയത് പൊറുക്കൂല, മുഴുവൻ ശിക്ഷയും കിട്ടും എന്നതിന് അതൊഴിവാക്കിയിട്ട് നല്ലൽക്ക് ജീവിച്ചാൽ മതി. വളരെ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പക്ഷെ പാലിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് യസീറ, ചെറുതാൻ. ഇനി ബുഖാരി ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ പ്രായം കൂടുന്തോറും അവന്റെ ഹൃദയം യുവാവായിക്കൊണ്ടിരിക്കുന്നു. 2 കാര്യത്തിൽ. എന്താ 2 കാര്യം? ഒന്ന് ഹുബ്ബുദ്ദുനിയ, എത്ര വയസ്സായിട്ട് തൊണ്ടായാലും പറമ്പ് ഭൂമി, സ്വത്ത്, വിസ, മക്കള്, അവിടെ ഇവിടെ ബാങ്ക് അക്കൗണ്ട്, പൈസ, ഇതന്നെയാണ് ചിന്ത. ഹുബ്ബുദ്ദുനിയ, മനുഷ്യൻ വയസ്സായാലും അവന്റെ ഹൃദയം യുവാവായിരിക്കും. 2 കാര്യത്തിൽ. ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമം, രണ്ടാമത്തേത്
ദീർഘമായ പ്രതീക്ഷ. നമ്മളിപ്പോഴൊന്നും മരിക്കില്ല, മറ്റോ മരിച്ചപ്പോ മരിച്ച് ഞമ്മക്കിനി അവധിയുണ്ട്. നീണ്ട പ്രതീക്ഷ, ദുനിയാവിലുള്ള സ്നേഹം. ബുഖാരിന്റെ വേറെ ഹദീസിൽ മനുഷ്യൻ വലുതാകും തോറും അവനോടൊപ്പം വേറെ ചില രണ്ട് കാര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വയസ്സാകുമ്പോൾ രണ്ട് കാര്യങ്ങൾ വലുതാകുന്നു. അതെന്താ? ഹുബ്ബുൽ മാൽ, ധനത്തോടുള്ള സ്നേഹം, പിന്നെ തൂലുൽ ഉംർ, ദീർഘായുസിനോടുള്ള സ്നേഹം, അല്ലെ? ഇനി മുസ്ലിമിന്റെ റിവായത്തിൽ തൂലുൽ ഹയാത്ത്, ജീവിതത്തോടുള്ള സ്നേഹം, വഹുബ്ബുൽ മാൽ. അപ്പൊ 5 കാര്യങ്ങൾ, 5 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിന്റെയും ആശയം ഒന്നാണ്. ഇത് ദുനിയാവിനോടും സമ്പത്തിനോടുമുള്ള ഇഷ്ടവും ദീർഘായുസിനോടും ജീവിതത്തോടുമുള്ള താല്പര്യവും ഇത് വളർന്നുകൊണ്ടിരിക്കും. ഇതല്ല ശരി? എത്ര വയസ്സ് കൂടിയാലും ഇതിന് യുവത്വം നര ബാധിക്കുന്നില്ല, വാർദ്ധക്യം ബാധിക്കുന്നില്ല. ഇത് രണ്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ യുവത്വമുള്ളതായിക്കൊണ്ട് തന്നെയിരിക്കും. ഇത് മനുഷ്യനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക. ഇനി വരുന്ന മുഹറം 9, 10 ഈ അടുത്ത ബുധൻ, വ്യാഴം ഏകമാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലും, ഇനി ഇവിടെ ഏകമാസപ്പിറവിയിൽ നിന്ന് വ്യത്യസ്തമായി പെരുന്നാൾ കഴിച്ച ചില ആളുകൾക്ക് 28 ദിവസമേ ഈ മാസം കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ കണക്ക് കണ്ടു. ഞാൻ അതിലേക്ക് പോകല്ല. ഏതായിരുന്നാലും ഏകമാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഈ ബുധൻ, വ്യാഴം മുഹറം 9, 10 അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ സാധിക്കുന്ന ആളുകൾ 2 ദിവസവും നോമ്പ് നോൽക്കുക, ഇല്ലെങ്കിൽ 10-നെങ്കിലും നോമ്പ് നോൽക്കാൻ ശ്രമിക്കുക. നേരത്തെ റമളാൻ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധ നോമ്പായി പരിഗണിക്കപ്പെട്ടിരുന്ന ജാഹിലിയത്തിലെ അറബികൾ പോലും ജൂതന്മാരും അടക്കം നോറ്റിരുന്ന ഒരു നോമ്പാണ്. ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് മുഹറം 10 നോമ്പാണ്. ഇതൊക്കെ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ആ 2 നോമ്പുകളും അല്ലെങ്കിൽ 10എങ്കിലും പിടിക്കണം. പിന്നെ ഒരു സംശയം കൂടി, ഇതും ഞാൻ മുമ്പ് വിശദീകരിച്ചിരുന്ന എന്റെ ഓർമ്മ. ഇന്നലെ മെനയാന്ന് ഒരാൾ എന്നോട്, ഒരു ഖത്തീബാണ്, നാട്ടിലും ഗൾഫിലുമായി 7 കൊല്ലം പഠിച്ചിട്ടുണ്ട്, ദീൻ പഠിച്ചിട്ടുണ്ട്, അറബിക് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂൾ അധ്യാപകനായിരുന്നു, ഇപ്പോഴും കുത്തുബിൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഖത്തീബിനോട് ചോദിക്കുകയാണ്, അല്ല നബി 9 നോൽക്കാൻ എന്താ തെളിവ്? ഹിജ്റൻ മരിക്കുന്നതിന്റെ മുമ്പത്തെ കൊല്ലം ജൂതന്മാർ നോമ്പ് നോൽക്കുന്ന നബി മനസ്സിലാക്കി അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നോൽക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഇതമാരിൽ സാധാരണ പണ്ഡിതന്മാര് പറയാൻ സാധാരണ അപ്പൊ 9 നോമ്പ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അതപ്പം പറഞ്ഞതാണ്. അല്ലാത്ത ഹദീസ് അതാണ്. 2 ഹദീസും ഞാൻ പറഞ്ഞു കൊടുത്തു. അതായത് നബി മദീനയിൽ എത്തിയപ്പോൾ തന്നെ ഖദിമൽ മദീനത വജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ, നബി ഹിജ്റ കഴിഞ്ഞ് മദീനയിലെത്തിയ ആദ്യ വർഷത്തിൽ തന്നെ ജൂതന്മാർ മുഹറം 10 നോമ്പ് നോൽക്കുന്നതായി നബി കണ്ടു. അപ്പൊ നബി ചോദിക്കുക, നിങ്ങൾ എന്തിനാ നോമ്പ് നോൽക്കണം? അപ്പൊ ജൂതന്മാർ പറയാം, മക്കത്ത് ഖുറൈശിൽ നോൽക്കുന്ന നബിക്ക് അറിയാം, മദീനയിൽ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് നബിക്ക് അത്ഭുതം, നിങ്ങൾ എന്താ നോമ്പ് നോൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ നബി മൂസാ നബിയെയും വിശ്വാസികളെയും അള്ളാഹു ഫിർഔനിൽ രക്ഷപ്പെടുത്തുകയും ഫിർഔനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്, അതിന് നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങളെക്കാൾ നോമ്പ് നോൽക്കാൻ അർഹൻ ഞാനാണ് എന്ന് പറയുകയും നബി അവിടെയും നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അത് അപ്പം എന്തായി, നബിക്ക് മദീനയിൽ എത്തിയപ്പോൾ തന്നെ ജൂതന്മാർ നോമ്പ് നോൽക്കാൻ അറിയാം. എന്നാൽ ഇബ്നു അബ്ബാസ് എന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവസാന വർഷം ഇങ്ങനെ ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ 9 നോൽക്കും. അപ്പൊ അങ്ങനെ വരിക? 9 കൊല്ലവും നബിക്ക് ഇതിനെ പറ്റി അറിവില്ല. അപ്പൊ ഈ ഒന്നുകിൽ ഒരു ഹദീസ് കാണാതെ വെക്കുക, അല്ലെങ്കിൽ കണ്ടിട്ടും അതിനെക്കുറിച്ച് മറച്ചു വെക്കുക, മൂടി വെക്കുക. അല്ലാണ്ട് 2 ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അടുത്തടുത്ത നമ്പറിൽ ഏതൊരു 1000, 3000 അങ്ങനെ 60, 64 അടുത്തടുത്ത ഹദീസുകളാണ്. എന്നിട്ട് അത് കാണാതെ എങ്ങനെ ഈ ദുർവ്യാഖ്യാനം നടത്താം? അപ്പൊ ആളുകളെ വിശ്വാസാക്കുക, നബി 9 നോച്ചിട്ടില്ല, നോൽക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി നോറ്റെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ അംഗീകരിക്കാൻ പറ്റുക. അപ്പൊ ഇത് ഹദീസ് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ആളുകൾ വിശ്വാസാക്കാനാണ്. ഇപ്പൊ നബി പറഞ്ഞാൽ തന്നെ സുന്നത്തായി. പിന്നെ വാക്ക് പ്രവൃത്തി, വാക്കു സുന്നത്താണല്ലോ. അപ്പൊ ഞാൻ 9 നോൽക്കുമെന്നാൽ 9 സുന്നത്തായി, 10 നബി നോറ്റ സുന്നത്തും. അപ്പൊ 9ഉം 10ഉം നോൽക്കൽ സുന്നത്തായി. അതിൽ ഒരു വിശ്വാസം വേണ്ട.